ആദ്യം പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ഊട്ടി ഒരുപാട് കാലമായി ഊട്ടിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതെങ്കിലും സാധിക്കുന്നത് വിചാരിക്കണം. പിന്നെ നമ്മളെ UDF ഇപ്പൊ ജയിച്ച പാർട്ടി കിട്ടിയതിനോട്ട് നമ്മളിങ്ങനെ ഒരു യാത്ര ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവോ? ഇപ്പൊ വണ്ടിക്കില്ലായിട്ട് പോകാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടൊക്കെ പോവാൻ. എന്റെ സുഹൃത്തുക്കളെ, അമ്മമാരുടെ ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ടൂറ് പോലും പോകാത്ത ഒരുപാട് അമ്മമാരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ UDF സർക്കാർ. ഒരു വലിയ പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലത്തെ സ്ത്രീകൾ മുഴുവൻ ഇന്നുറങ്ങാതെ ഇനി അടുത്ത ഒരു 15-ാം തീയതി വരെ ഇവർ കാത്തിരിക്കുന്നത് വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ സുഹൃത്തുക്കളെ ചേർത്ത് യാത്രയ്ക്കുണ്ടടി എന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരെ ചേർത്ത് അവരെ യാത്രകളിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക. യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുത്തൻ വസ്ത്രങ്ങൾ എടുത്ത ആളുകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ഇത് കേട്ടിട്ട് പറയാം. വരുവിക്കല്ലേ, ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണം. KSRTC പോയി വരാറ്, അത് ലാഭമായി. സന്തോഷമല്ലേ? വനിതകൾക്ക് സൗജന്യ യാത്രയല്ലേ? സന്തോഷം. ഇങ്ങോട്ടും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പം എന്തായാലും ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവൊന്നും എടുക്കേണ്ടി വരില്ല. ഫ്രീ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ ട്രിപ്പ് പോയി ഹാപ്പി ആയിട്ട് ഈസി ആയിട്ട് എങ്ങോട്ടും നമുക്ക് പോകാം എന്നൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ഒരു വലിയ മോഹമാണ് ഞാൻ പറയുന്നത്. അപ്പോ ആ മോഹത്തിന് ഒരിക്കലും തടസ്സം വരുന്ന രീതിയിൽ ഒന്നും സംഭവിക്കരുതേ എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നടന്ന ഏറ്റവും ഗംഭീരമായ ചില ചർച്ചകൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരുന്നത്. യെസ്, അത് കിട്ടിയ സുഹൃത്തുക്കളെ. കാരണം ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് പ്രശ്നമാണ്. കേൾക്ക്. KSRTC സനീഷേട്ടൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, വലിയ ആവലാതി ഉണ്ട് ആ കാര്യത്തിൽ എന്നുള്ളത്. അതിപ്പോൾ സ്വകാര്യ ബസ്സുകാരും ആ ആവലാതിയുമായി മുന്നോട്ട് വന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ചിലവില്ലാതെ ചിരി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ വലിയ 2016 വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ KSRTC എന്നുള്ളത്. അത് ആനവണ്ടി കട്ടപ്പുറത്ത് എന്ന് മാത്രം കേട്ട് ശീലിച്ചിരുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടേതൊക്കെ. ആ കാലഘട്ടം ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഉമ്മൻചാണ്ടി കാലഘട്ടം. മറന്നു പോരുതേ സുഹൃത്തുക്കളെ. KSRTC ആണ് വിഷയം, ആളുകളുടെ യാത്രയാണ് വിഷയം, ആളുകളുടെ ജോലിയാണ് വിഷയം. എൻ്റെ യൂട്യൂബിന് താഴെ അവരെ പേര് മറന്നു പോയി. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ എഴുതിയിരിക്കുന്നത്, യാത്ര പോവാൻ ഞങ്ങളും റെഡിയാണ്, പക്ഷെ എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് KSRTCയിലാണ്, ശമ്പളമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. ആ ഒരു വാക്കുകളിൽ അവരുടെ ഒരു ആവലാതിയുണ്ട്, അവരൊരു നെടുവീർപ്പുണ്ട്. ശമ്പളമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു കൃത്യമായിട്ട്. ഇപ്പം തന്നെ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇത് ഫ്രീ കൊടുക്കാമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടുമോ എന്ന് പറയുന്നൊരു വലിയ ആവലാതിയിലേക്ക് എൻ്റെ യൂട്യൂബ് കണ്ട ഏതോ ഒരു സ്ത്രീ എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ചെലവില്ലാതെ ചിരി കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് ചാനലുകൾ പോലും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ നിന്ന് ഒരു സർക്കാർ ഒഴിയുമ്പോൾ അപ്പോഴും സഞ്ചിത നഷ്ടം കൂടുതൽ തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അപ്പോഴും വലിയ തുക അങ്ങോട്ട് പ്രതിമാസവും അല്ലാതെയും കൊടുത്തുകൊണ്ട്, പക്ഷെ അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം ഉറപ്പാക്കി മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കി മാത്രം ഒരു സർക്കാർ പടിയിറങ്ങുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങോട്ടേക്ക് വീണ്ടും സൗജന്യ യാത്ര എന്നുള്ളത് വരുന്നത്. പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് എങ്ങനെയാണ് പടിയിറങ്ങി പോകുന്നതെന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട. കേരളത്തെ ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിച്ചിട്ട് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ പണിയിറക്കി പോകുന്നത്. ഇവിടെയുള്ള എല്ലാ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട്, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ഡോക്ടേഴ്സും ഉണ്ട്, നഴ്സുമാരുണ്ട്, മരുന്നുകളും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട്, ഇവിടെ വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ആളുകൾക്ക് നല്ല അടിപൊളി വിദ്യാഭ്യാസവും ഒപ്പം തന്നെ നല്ല ഭക്ഷണവും സ്കൂളുകളിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട്, ആ സ്കൂളുകളെ മുഴുവൻ ഹൈടെക് ആക്കി മാറ്റിയിട്ടാണ് അവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ അംഗനവാടിയിലടക്കം ഭക്ഷണ മെനു അടക്കം മാറ്റിയിട്ടാണ് ഒരു ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത്. ഇനി ഇതിനെ താഴത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇനി മുകളിലേക്ക് തന്നെ പോകണം.
അപ്പോഴാണ് KSRTCയുടെ കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രിയായ ഗണേഷ് കുമാർ പറയുന്നത്, ഇപ്പോൾ ഒരു ആമ്പല വെള്ളവും ഒരുമിച്ചാ പോണേ, ഒരു ചെറിയ തട്ടുകേട് ഉണ്ടായാൽ മതി, ആമ്പല് വെള്ളമൊക്കെ താത്തോട്ട് മേൽപ്പോട്ടൊക്കെ ആവും, കുടുങ്ങി പോകുക എന്ന്. അപ്പോഴാണ് ഇവിടെ ഫ്രീ കൊടുക്കാമെന്ന് പറയുന്നത്. ഇവിടെ ഫ്രീ കൊടുക്കാമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ കരയുകയാണ്. ഇപ്പം തന്നെ കഷ്ടപ്പെട്ടാ പോണേ, ഇപ്പം തന്നെ ആൾക്കാർ കുറവാണ്, ഇനി ഫ്രീ കൊടുക്കാമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക എന്നറിയില്ല. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ദ വെരി റീസെന്റ് ഡേയ്സ്, തൊട്ടടുത്ത ദിവസങ്ങളിൽ സമരം തുടങ്ങും. ഇവിടുത്തെ ബസ് മുതലാളിമാർ മുഴുവൻ ഒരു പ്രത്യേക സമരമായിട്ട് ഇറങ്ങും. ആ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതായിരിക്കും: കുട്ടികളുടെ ഈ ഒരു യാത്രാ ചെലവുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ കൺസെഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എടുത്തു കളയാൻ പറയും, അല്ലെങ്കിൽ കൺസെഷൻ കൂട്ടാൻ പറയും. ഇപ്പം 5 രൂപയാണെങ്കിൽ 10 രൂപയാക്കാണെന്ന് പറയും. ഒരു സംശയം വേണ്ട, ആദ്യം ഇതിന്റെ ഭാഗമായിട്ട്, ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കൊങ്ങയ്ക്ക് പിടിവരിക നമ്മുടെ കുട്ടികളുടെ നെഞ്ചത്തായിരിക്കും. അവരെ കഴുത്തിനേക്ക് ആദ്യം പിടിക്കുക. അവരെ കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഇടതുപക്ഷത്തെ കുട്ടികൾ, DYFIക്കാർ, SFIക്കാരൊക്കെ സമരത്തിനാകും. ദ ക്ലാഷ് ബിഗിൻസ്. സ്വാഭാവികമായിട്ടും ഇത് നടക്കുമെന്നേ ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ബസ് മുതലാളിമാർ സമരത്തിനിറങ്ങും. ഒന്നും വേണ്ട, ബസ് ഒരുപക്ഷെ 1-2 ദിവസം ഇവർ ഓടാതെ അങ്ങോട്ട് കുടുംബത്തിരുത്തും. 1-2 ദിവസമൊക്കെ ബസ് കൊണ്ട് ഓടിയില്ലെങ്കിൽ കുടുങ്ങി പോകും. അപ്പം ഈ തീരുമാനത്തിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പിൻവലിയേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വാഗ്ദാനം തുടക്കത്തിൽ തന്നെ നിറവേറ്റാൻ കഴിയാതെ വാക്കുകളെല്ലാം മടക്കി കീശയിലാക്കിയിട്ട് കുത്തിരിക്കേണ്ട അവസ്ഥ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പുതിയ ഗവൺമെന്റിനും വരുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഔദ്യോഗികമായി ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു KSRTC തന്നെ ഒരു കണക്കെടുക്കുകയുണ്ടായി. അതിൽ തന്നെ ഒരു 40% സ്ത്രീ യാത്രക്കാരാണ്. അത് ചിലപ്പം 42 മുതൽ 52 എന്ന നിലക്കൊക്കെ ശതമാന കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വനിതകളാണ്. സൗജന്യമായി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി അത് കൂടും. ചിലപ്പോൾ ഒരു 60% വനിതകൾ തന്നെയാവും. അപ്പോൾ ഒരു 40% പുരുഷന്മാരുടെ ടിക്കറ്റിംഗ് വരുമാനം വെച്ചുകൊണ്ടാണ് ഇനി ഈ സംവിധാനം ഓടേണ്ടത്. അപ്പോൾ വീണ്ടും കട്ടപ്പുറത്താക്കുമോ എന്നുള്ളതനുസരിച്ച് വലിയ ഒരുപാട് കുടുംബങ്ങൾ കട്ടപ്പുറത്താക്കുമോ എന്നതിനേക്കാൾ അപ്പുറത്ത് ആണുങ്ങളോടൊക്കെയുള്ള ഒരു അപേക്ഷയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇനി കണ്ണീര് വീഴാൻ പോകുന്നുണ്ട്. സ്ത്രീകളൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇനി ആണുങ്ങൾക്ക് മാത്രമാണ് ഈ ഗവൺമെന്റിന് താങ്ങി നിർത്താൻ സാധിക്കുക. എല്ലാ ആണുങ്ങളും അടുത്ത ദിവസം മുതൽ, എന്ന് വെച്ചാൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്യണം. 60% സ്ത്രീകളെ യാത്ര ചെയ്യുന്നത് വെച്ചാൽ വെറും 40% പുരുഷന്മാർ. അപ്പോൾ വണ്ടികളൊക്കെ വീട്ടിൽ വയ്ക്കുക, ബൈക്കൊക്കെ വീട്ടിൽ വയ്ക്കുക, കാറൊക്കെ വീട്ടിൽ വയ്ക്കുക. KSRTCയിൽ യാത്ര ചെയ്തിട്ട് ഈ ഗവൺമെന്റിനെ ഒന്ന് താങ്ങി നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ആ ഒരു ശ്രമമില്ലെങ്കിൽ KSRTCയുടെ ശമ്പളവുമായിട്ട് ജീവിക്കുന്ന, എൻ്റെ യൂട്യൂബിൻ്റെ താഴെ അടക്കം, എൻ്റെ വീഡിയോയ്ക്ക് താഴെ അടക്കം കമൻറ്റ് എഴുതിയ ആ വീട്ടുകാരൊക്കെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരിക്കും. നമ്മളൊന്നും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. വാഗ്ദാനങ്ങളൊക്കെ ചില ആളുകളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പോലെ ആവുന്നല്ലോ, അല്ലേ? ബൈ.